മുഖ്യമന്ത്രി വി.ഡി. സതീശന് നേരെ സുകുമാരൻ നായർ കൊമ്പ് കോർക്കുന്നു എന്നൊരു വിമർശനം കണ്ടല്ലോ. എന്താണ് സാർ അത് പറയുന്നത്? അത് ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല. അതിപ്പം അത് ഒന്നുകൂടെ അതങ്ങ് മൂർച്ഛിച്ചു എന്നുള്ളതാണ്. ഒന്നാമത് വി.ഡി. സതീശൻ ഇങ്ങനെ ഈ തിണ്ണ നിരങ്ങാൻ പോകാറില്ല. പക്ഷേ ചില ബിഷപ്പ് ഹൗസിലൊക്കെ പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാണക്കാട് സാദിഖലി തങ്ങളെ കാണാനും ഒക്കെ പോയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ സുകുമാരൻ നായരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇല്ലായിരുന്നു. അപ്പൊ അതും ഒരു തിണ്ണനിരങ്ങലാണ്. സാദിഖലി തങ്ങളെ കാണാനായിട്ട് പാണക്കാട് പോകുന്നതും ബിഷപ്പുമാരുടെ അടുക്കൽ പോകുന്നതും. ഈ കേരളത്തിലെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുവേ ഉള്ള ഒന്നാണ്. ഈ NSS ആസ്ഥാനത്ത് ചങ്ങനാശ്ശേരി പെരുന്നയിലും മറ്റൊന്ന് SNDP-യുടെ അമരക്കാരനായിട്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ കാണാനായിട്ട് കണിച്ചുകുളങ്ങരയിലും പോകുന്ന ഒരു രീതിയുണ്ട്. അത് ഈ പെരുന്നയിൽ ചെല്ലുമ്പോൾ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം വലിയ അല്പം അഹന്തയൊക്കെ വെച്ച് പുലർത്തുന്ന ആളാണ്. പണ്ട് സുരേഷ് ഗോപി എന്നപ്പം ഇറക്കി വിടുക വരെ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ എല്ലാ നേതാക്കന്മാരും താഴെ തട്ട് മുതൽ അങ്ങേയറ്റം വരെയുള്ളവരെ അവിടെ പോകാറുണ്ട്. ചെന്ന് കാല് പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള. വെള്ളാപ്പള്ളിയെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയും ആ മണ്ഡലത്തിൽ ആ സ്ഥാനാർത്ഥിയെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ഡലത്തിൽ അത് വർക്ക് ചെയ്യിച്ചിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരെല്ലാം പോകും. ഇതുപോലെ ബിഷപ്പുമാരുടെ അടുക്കിലേക്കും പോകാറുണ്ട്. മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലമാണെന്നുണ്ടെങ്കിൽ അവിടെ പാണക്കാടേക്കും പോകുമെന്നുള്ളതാണ്. എല്ലാ ഇടങ്ങളിലും ജാതി തിരിച്ചുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിൽ പോകാറുണ്ടെന്നുള്ളതാണ്. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശൻ വേറൊരു ഒരു പ്രത്യേക വൈബാണല്ലോ അദ്ദേഹം ഇങ്ങനെ ഈ തരത്തില് ഈ തിണ്ണനിരങ്ങുന്ന ഒരു സ്വഭാവം ഇല്ല എന്നുള്ളതാണ്. പണ്ട് ഈ CPM-ന്റെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന കേരളത്തിന്റെ പഴയ വിദ്യാഭ്യാസ മന്ത്രിയായ M.A. ബേബി പണ്ട് കോൺഗ്രസ്സുകാരെ കളിയാക്കുമായിരുന്നു. നിങ്ങൾ ഈ ക്രൈസ്തവരുടെ അരമന കയറി ഇറങ്ങി നടക്കുകയാണ്, രൂപതയിൽ പോവുകയാണ്. രൂപത എന്ന് പറയുമല്ലോ ഈ അരമന. അപ്പൊ അന്ന് ബേബി കളിയാക്കിയത് രൂപത എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. അങ്ങനെ അരമനയിൽ ചെല്ലുന്ന ഇതിനു വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ. അതേ ബേബിയും ബേബിയുടെ പാർട്ടിയും എത്രയോ ഇടങ്ങളിൽ തിണ്ണ നിരങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇവരുടെയൊക്കെ തരത്തിൽ പാദസേവ ചെയ്യാറുമുണ്ട്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കൊണ്ടല്ലേ പിണറായി വിജയൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങൾക്കെതിരെയും മലബാറിനെതിരെയും സംസാരിക്കുന്നതും വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും നേരെ പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലും പാണക്കാട്ടേക്കുമുള്ള ഒരു പ്രവാഹമാണ്. ഈ സന്ദീപ് വാര്യര് തന്നെ ഈ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസിൽ വന്നിട്ട് അദ്ദേഹം പിന്നെ നേരെ കോൺഗ്രസിലെ അംഗത്വം എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് പാണക്കാടാണ് പോയത്. പിന്നീട് ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ വന്നുള്ളൂ. അതിനു മുമ്പ് പാണക്കാട് പോയിരിക്കുന്നു ഈ സാദിഖലി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ അല്പം മുസ്ലിം സ്വാധീനമുള്ള മേഖലയിലാണ് തനിക്ക് മത്സരിക്കാൻ ഇടം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. തൃക്കരിപ്പൂരിൽ നിന്നാണ് മത്സരിച്ചത്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ കൊണ്ട് നിർത്തിയപ്പോൾ എന്താ സകലതും എല്ലാവരും കരുതി സന്ദീപ് വാര്യർ തോറ്റു. കാരണം അത് അത്രയും CPM-ന്റെ കോട്ടയാണ്, ഉറച്ച കോട്ടയാണ്. ഇ കെ നായനാരൊക്കെ മത്സരിച്ച മണ്ഡലം കൂടിയാണ്. അവിടെ നിന്നാണ് ഈ തരംഗത്തിലെ UDF തരംഗത്തിലെ സന്ദീപ് വാര്യരും കയറി വന്നത്. ഈ പണ്ട് കാലത്ത് അങ്ങനെ ഈ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടി പറയും ഇവിടെ പോകണമെന്ന്, പെരുന്നയിൽ പോകണം എന്നൊക്കെ പറയും. ഒരിക്കല് തോപ്പിൽ ഫാസി വലിയ കമ്മ്യൂണിസ്റ്റുകാരന്, നാടകകൃത്ത് ഒക്കെയാണ്. തോപ്പിൽ ഫാസി കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരോ ചെന്ന് പറഞ്ഞു, ഒന്ന് മന്നത്തല്ല പെരുന്നയിൽ ഒന്ന് പോകണം,
അവിടെ പോയി, അന്ന് മന്നമാണ്, മന്നത്ത് പത്മനാഭനാണ് സെക്രട്ടറി, മന്നത്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ തോപ്പിൽ ഭാസി എടുത്ത പോലെ പറഞ്ഞു, അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ എന്നെ ഒന്നൊന്ന് കാണാൻ പറയുക എന്ന് പറഞ്ഞു. ഇന്നങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സുകുമാരൻ നായർ പിന്നെ മതവിളകി ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇത് തോപ്പിൽ ഭാസി ഈ പറഞ്ഞത് ആരോ അവിടെ ചെന്ന് പറഞ്ഞു, മന്നത്തിന്റെ ചെവിയിലെത്തിച്ചു. മന്നം അന്നേരം എടുത്ത വായിലെ പറഞ്ഞു, അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ് തോപ്പിൽ ഭാസി, അവൻ ആണായിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവൻ ചങ്കൂറ്റമുണ്ട്. മന്നത്ത് പത്മനാഭനൊന്നും അങ്ങനെ തൻ്റെ അടുക്കലേക്ക് വന്ന് തൻ്റെ പാദത്തിൽ കുമ്പിടുന്നവരെ എന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കാറില്ല. ഈ സുകുമാരൻ നായരും ഒക്കെയാണ് ഇത്തരത്തില് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഈ തിണ്ണനിരങ്ങേണ്ടി വന്നിരിക്കുന്നത്. മറ്റാരോടും ഇല്ലാത്തൊരു ദേഷ്യമാണ് ഇപ്പൊ മുഖ്യമന്ത്രിയോട്. വി ഡി സതീശനോടുണ്ട്. വി ഡി സതീശൻ മറ്റാർക്കും ഇല്ലാത്ത, ചെന്നിത്തലയോടെ വലിയ ആഭിമുഖ്യമുണ്ടല്ലോ പെരുന്നയില്. കാരണം ചെന്നിത്തല കൂടിയ നായരായിരിക്കാം, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ളത്. അപ്പൊ ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും എത്തിയില്ല, മുഖ്യമന്ത്രിയായിട്ടും എത്തിയില്ല. മൂന്നും എല്ലാം നായന്മാരല്ലേ നിന്നത് അത്രേ അല്ലേ. അപ്പൊ അത് കിട്ടാഞ്ഞത് കൊണ്ട് ആ ഒരു അമർഷവും ഒക്കെ തന്നെ സുകുമാരൻ നായർക്കും ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അത് വി ഡി സതീശൻ പിന്നെ എപ്പോഴും മുഖം തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. ചെന്നിത്തല അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന. ഇതിപ്പം ഈ ഒരു പ്രസ്താവനയെ ഇത് ഭരണത്തിൽ വന്നു ഒരു മാസം പിന്നിടുകയാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു അംഗീകാരമാണ് ഇപ്പോൾ വി ഡി സതീശന് കിട്ടിയിരിക്കുന്നത്. കാരണം മുമ്പ് ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, ജനങ്ങളുമായി സൗഹൃദം പങ്കിടുന്നു, അവരോടൊപ്പം നിൽക്കുന്നു, 10-40 വാഹനങ്ങളുടെ അകമ്പടി ഇല്ലാതെ വരികയും പോവുകയും ചെയ്യുന്നു. തിരുവനന്തപുരം നഗരത്തില് മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി തടഞ്ഞു നിർത്തുന്നില്ല. തിരുവനന്തപുരത്തുകാര് പിണറായി വിജയൻ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം തിരുവനന്തപുരത്തുകാർ നല്ലവണ്ണം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അത് തിരുവനന്തപുരത്തുകാർ കൂടുതലായിട്ട്, മറ്റുള്ളവർ ജില്ലകളിലുള്ളവർ ഇത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇതെന്ത് ചെയ്യും, ഉടനെ താരതമ്യം ചെയ്യും. വി ഡി സതീശൻ മുമ്പിലൊരു ഒരു വാഹനം, ഒരു പോലീസ് വാഹനം, അതിന്റെ പിന്നാലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇറങ്ങുമ്പോൾ ഒരു പ്രോഗ്രാമിന് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജനക്കൂട്ടത്തിനിടയിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. അവരെ ആദ്യം തന്നെ അതെ, ആശാവർക്കർമാരോട് പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുത്തു. അതുപോലെ പ്രിയദർശിനി സൗജന്യ യാത്ര, ഇത് സാധാരണ ജനത്തിന് വലിയ ഇടയിൽ UDF ഒരു വലിയ മൈലേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. കാരണം അവർക്ക് ഈ ഒരു സൗജന്യ യാത്രയിലൂടെ ഈ പലയിടങ്ങളിലും ചെറിയ ചെറിയ ജോലി ചെയ്തൊക്കെ ജീവിക്കുന്ന അവർക്ക് ബസ് കൂലിക്കായിട്ട് ഒരു മാസം 10,000-3000 രൂപ ചെലവാകും. ആ 3000 രൂപ ഇവരുടെ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, കുട്ടികളുടെ പഠനാവശ്യത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ മരുന്ന് വാങ്ങാനോ ഒക്കെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഈ വി ഡി സതീശന്റെ ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം കൂടി. ഇതൊക്കെ തന്നെ ഇവർക്ക് ആർക്ക് ഈ സമുദായ നേതാക്കന്മാരായിട്ടുള്ളവർക്ക്, സമുദായ നേതാക്കന്മാരെ ഒക്കെ നമ്മൾ അംഗീകരിക്കണം. SNDP എന്ന് പറയുന്നത് നമ്മൾ ചില്ലറ സമുദായമൊന്നുമല്ല, വലിയ ഒരു 10-30% SNDPക്കാരാണുള്ളത്. അപ്പൊ അതിന്റെ ഒരു അമരക്കാരനായിട്ടിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനെ ബഹുമാനിക്കണം. പക്ഷെ ഈ തിണ്ണനിരങ്ങുക എന്ന് പറയുന്നത് ആർക്കും ചേർന്നതല്ല. വി ഡി സതീശൻ അതിന് നിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പെരുന്നയിലെ നായർക്ക് ഈ ഇളക്കം സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.